നബിയെ തങ്ങൾ ഉപദേശിക്കുക, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക, ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച്, ആഖിറത്തെ സംബന്ധിച്ച്, മുത്തുനബിയെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ഇന്നമാ അൻത മുദക്കിർ, തങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നവരാണ്. ലസ്ത അലൈഹിം ബിമുസൈത്തിരിൻ, ആരെയും നിർബന്ധിപ്പിക്കുന്നവരല്ല, നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്നവരല്ല, അടിച്ചേൽപ്പിക്കുന്നവരല്ല, അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഇല്ലാ മൻ തവല്ലാ വകഫർ. മക്കളെ, മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു പറയുന്നു ഇല്ലാ മൻ തവല്ലാ. പക്ഷേ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള പണ്ഡിതന്മാർ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന പണ്ഡിതന്മാർ, അവർ ഓർമ്മപ്പെടുത്തി, അവരുപദേശിച്ചു. അതൊന്നും ചെവികൊള്ളാതെ പിന്തിരിയുന്നവർ, ഞങ്ങൾക്കെന്തിനു കേൾക്കണം, ഖുർആൻ ഞങ്ങളെന്തിനു കേൾക്കണം, വഅദ് ഞങ്ങളെന്തിനു കേൾക്കണം, ഉപദേശം ഞങ്ങളെന്തിനു കേൾക്കണം, ഞങ്ങൾക്കൊരു വഅദും കേൾക്കണ്ട, ഒരു ഉപദേശവും കേൾക്കണ്ട, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കണ്ട, ആഖിറത്തെ പറ്റി കേൾക്കണ്ട, തങ്ങളെ പറ്റി കേൾക്കണ്ട, ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങളൊട്ട് വഅദ് കേൾക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവർ, നബിയേ ഏറ്റവും വലിയ ശിക്ഷ അല്ലാഹു അവരെ ശിക്ഷിക്കും. അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. റബ്ബിന്റെ ശിക്ഷ ചിന്തിക്കാൻ കഴിയില്ല, അതോർക്കാൻ കഴിയില്ല. ഗോണ്ടനാമോ ജയിലിൽ കേട്ടിട്ടുണ്ട്, അബൂ ഖുറൈബ് ജയിലിൽ കേട്ടിട്ടുണ്ട്, അമേരിക്കക്കാരന്റെ ജയിൽ തടവറകൾ കേട്ടിട്ടുണ്ട്, നെതന്യാഹുവിന്റെ പട്ടാളം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല പിടിച്ചു ബന്ധിക്കുന്നത് പോലെ, അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കൂല. മക്കളെ, ബുദ്ധിമുട്ടായി, എടങ്ങേറായി, ശിക്ഷയായി, പീഡനമായി, പ്രയാസമായി, ദുരിതമായി, കഷ്ടപ്പാടായി എന്തെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, അത് മുഴുവനും റബ്ബിന്റെ നരകത്തിലുണ്ട്, റബ്ബിന്റെ ശിക്ഷയിലുണ്ട്. ആ രൂപത്തിൽ പടച്ച റബ്ബ് ശിക്ഷിക്കും.